നമ്മുടെയൊക്കെ മുമ്പിലൂടെ പല ബിസിനസ് ഐഡിയാസുകളും ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്യുകയും, അത് മനസ്സിലാക്കുകയും, എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും, അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോഴാണ് ഏതൊരു ബിസിനസ് സംവിധാനവും ഉണ്ടാകുന്നത്. അപ്പം പല ഒരു അബഹയിലെ ഒരു ബിസിനസ്സുകാരൻ്റെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അപ്പം അതിന് ആശയങ്ങൾ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ 2, 3 ബിസിനസ് ഐഡിയാസ് നമ്മൾ പറയും. അപ്പോൾ അവരത് കേൾക്കും, അവരൊരു ആക്ഷനും എടുക്കില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ആശയങ്ങൾ നമ്മിലേക്ക് വരികയും അതിനെക്കുറിച്ച് എങ്ങനെ ആക്ഷൻ എടുത്ത് വിജയിപ്പിക്കണമെന്നുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അൻഷാർ മുഹമ്മദ് വിത്തിയും ഞാൻ കഴിഞ്ഞ ആഴ്ച അബഹയിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ അറിയുന്ന ഒരാളെ കാണാനും സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടി. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തിയ ഒരാളാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഈ കാറിൻ്റെ സ്റ്റീരിയോകളൊക്കെ നന്നാക്കുന്ന, റിപ്പയർ ചെയ്യുന്ന, അഥവാ കാറുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് സംബന്ധമായ വിഷയങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് അദ്ദേഹം കുറച്ച് കാലം പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഈ മൊബൈൽ ഫോണുകൾ ഈ റിമോട്ട് ഏരിയകളിലും ഷോപ്പുകളിലൊക്കെ മൊബൈൽ ഫോണുകൾ കൊടുക്കുക, അങ്ങനെ അതിനൊരു ഡെലിവറി സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദറാണെന്ന് തോന്നുന്നു, അങ്ങനെ നടത്തുന്ന ഒരു ബിസിനസ്സാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരിക്കൽ ഒരു കടയിൽ ചെന്നപ്പം ഒരാൾ പറഞ്ഞു, അല്ല, നമുക്ക് CCTV ക്യാമറ വേണം, അപ്പം അത് ഒന്ന് വാങ്ങി വരാൻ പറ്റുമോ, അതൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരുമോ എന്ന് ഈ കടയിലുള്ള ഒരാൾ ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, CCTV നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ അദ്ദേഹം അടുത്ത പ്രാവശ്യം വന്നപ്പോൾ കുറേ CCTV ക്യാമറകൾ കൊണ്ടുപോയി കൊടുത്തു. അത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ടെക്നീഷ്യനെ ഏർപ്പാടാക്കി കൊടുത്തു. അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം അവിടെ ഒരു ക്യാമറ വന്നപ്പം അതിൻ്റെ അപ്പുറത്തെ ഒരു കടക്കാരൻ അറിഞ്ഞു ഇയാളാണ് ഈ ക്യാമറ സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അല്ല, നിങ്ങൾ അവിടെ CCTV ഏർപ്പാടാക്കി കൊടുത്തില്ലേ, നമുക്കും വേണം. ഓക്കെ, അപ്പം എന്നാൽ അടുത്ത വരവ് വരുമ്പോൾ കൊണ്ടുവരാം. അങ്ങനെ അടുത്ത വരവ് വരുമ്പോൾ കൊണ്ടുവന്നു. അങ്ങനെ 2 തവണ ഇതിങ്ങനെ കൊടുത്തപ്പം പല കടകളിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചു അവിടെ CCTV ഉണ്ടോ. അപ്പം പല കടകളിലും, ഈ പ്രത്യേകിച്ച് റിമോട്ട് ഏരിയകളിലുള്ള കടകളിൽ CCTV ഇല്ല. എന്നാൽ ഇത്തരം കടകളിൽ CCTV വളരെ അനിവാര്യമാണ്, കാരണം റിമോട്ട് ഏരിയയാണ്. അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ തലയിൽ കിടന്ന് ഇങ്ങനെ തിരിയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പഠനം നടത്തി. അങ്ങനെ ഇതിന് ഒരാളൊരു ടെക്നീഷ്യൻ ഏർപ്പാടാക്കി. പിന്നെ അദ്ദേഹം ഈ മൊബൈൽ കൊണ്ടുപോകുമ്പോഴൊക്കെ എല്ലാ കടയിലും ചോദിക്കും, അല്ല, ഇവിടെ CCTV ഇല്ലല്ലോ, നമുക്കൊരു ചെറിയ CCTV വെക്കാൻ ഇത്ര ഇതേ ഉള്ളൂ, ഇവിടെ ഇത് അനിവാര്യമാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ആളുകൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് അദ്ദേഹം ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ CCTV ചെയ്യുന്ന അതിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ്. അപ്പോൾ ഈ CCTV ചെയ്തപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം ആളുകൾക്കുള്ളിലുള്ള കടകളിലേക്ക് CCTV കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് അവിടെ നെറ്റ്വർക്കിംഗ് വേണം, പ്രോഗ്രാം ചെയ്യണം, അതേപോലെ തന്നെ ഈ സ്പീക്കർ സിസ്റ്റം വേണം, ആംപ്ലിഫയർ വേണം, DVR വേണം, NVR വേണം. ഇതൊക്കെ വേണ്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ CCTVയുമായി റിലേറ്റഡ് ആണ്, IT ആൻഡ് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങളിലേക്ക് ഈ CCTVൻ്റെ ഈ ഒരു ആശയം അദ്ദേഹം വിപുലമാക്കി. അങ്ങനെ ഇന്ന് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ മുമ്പിൽ ഇതേപോലെ പല ആശയങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം പല ആളുകളും പലതും നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു ആക്ഷൻ ഉണ്ടാക്കിയാൽ ഒരു ബിസിനസ് രൂപപ്പെടും. ഇത് ഏത് പ്രവാസിക്കും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഇപ്പോൾ ചില പ്രവാസികൾ റിമോട്ട് ഏരിയയിൽ നിൽക്കുന്ന പ്രവാസികളാണ്. അപ്പോൾ റിമോട്ട് ഏരിയയിൽ പല സാധനങ്ങളും അവൈലബിൾ ആവില്ല. അപ്പോൾ അത് സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ പല ആളുകളും പറയുന്നതാണ്, ഓ, ഞാൻ സിറ്റിയിലല്ല, ഞാൻ റിമോട്ട് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഒരു പരിപാടി നടക്കത്തില്ല, ഒരു ബിസിനസ്സും നടക്കില്ല. അപ്പോൾ ഞാൻ റിമോട്ട് ഏരിയയിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ അവൈലബിൾ അല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുത്താൽ മതി. ഇങ്ങനെ കുറേ ഈ ബിസിനസ് വേണം, എനിക്കൊരു ബിസിനസ് ചെയ്യണം, ഒരാശയം താ എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കുറേ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ വെച്ച് നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ
എല്ലാ ബിസിനസ്സും നടത്താൻ നമുക്ക് സാധിക്കും. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നടത്തേണ്ട ബിസിനസ് ആയിരിക്കില്ല ചിലപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ വേറൊരു ബിസിനസ് ആയിരിക്കും. അപ്പം നമ്മുടെ ചുറ്റുഭാഗത്ത് ഇല്ലാത്തത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് കസ്റ്റമേഴ്സിന് കിട്ടാത്ത ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് രൂപപ്പെടുത്താം. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുള്ളൊരു കാര്യം, 100 ആളുകളിലേക്ക് അല്ലെങ്കിൽ 100 കുടുംബങ്ങളിലേക്ക് ഒരു സർവീസ് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആ ബിസിനസ് സക്സസ്ഫുള്ളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 10 ആൾ ആവശ്യമായിരിക്കും. ആ 10 ആൾ ആവശ്യത്തിന് നമ്മൾ ആ സംവിധാനം ആരംഭിക്കുന്നു. ആ 10 20 ആകുന്നു, 30 ആക്കുന്നു, 40 ആക്കുന്നു, 50 ആക്കുന്നു, 60 ആക്കുന്നു, 70 ആക്കുന്നു, 80 ആക്കുന്നു, 90 ആക്കുന്നു, 100 ആക്കുന്നു. ചിലപ്പോൾ 1, 1.5, 2 വർഷം എടുത്തെന്ന് വരാം. പക്ഷെ ആ 2 വർഷം കൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ആയിരിക്കും. അപ്പം നമ്മുടെയൊക്കെ മുമ്പിൽ പല ബിസിനസ് ഐഡിയ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കാണാനും ഒബ്സർവ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും എന്നിട്ട് അതേക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കാനും എന്നിട്ട് നിങ്ങൾക്ക് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിന് പറ്റിയ കുറേ ആളുകളുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യുകയും പഠിക്കുകയും അങ്ങനെ ഓരോ ബിസിനസ്സുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.